ചിലയിടത്ത് പോകുമ്പോൾ സ്ഥലം എവിടാന്ന് ചോദിക്കുമ്പോൾ കലഞ്ഞൂരെന്ന് പറയുമ്പോൾ ചിലർക്ക് അത്ര പിടി കിട്ടില്ല. പക്ഷെ പത്തനാപുരത്തിൻ്റെ അടുത്താന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ സംബന്ധിച്ച് കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും തമ്മിൽ വേർതിരിക്കുന്ന ബോർഡറാണ് പത്തനാപുരം. പത്തനാപുരത്തെ സംബന്ധിച്ചൊരു ടങ് ട്വിസ്റ്ററുണ്ട്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. അങ്ങനെ അത് പണ്ട് പറഞ്ഞു കളിച്ച് തോർക്കുന്നു. പത്തനാപുരത്തിനിപ്പോൾ ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് കടകളായി, ലുലു മാൾ വരാൻ പോകുന്നു, ആശീർവാദിൻ്റെ തിയേറ്ററായി. കൊല്ലം ജില്ലയിലെ ഒരു പട്ടണമാണ് പത്തനാപുരം. ഈ പേര് വരാൻ കാരണം 10 ആനകളെ കെട്ടിയിരുന്നത് കൊണ്ടാണ് പത്തനാപുരം എന്ന് വന്നത്. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാത കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളുമായിട്ട് ഈ സ്ഥലത്തെ ബന്ധിപ്പിക്കുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് പത്തനാപുരം ഉൾപ്പെടുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനും ആശുപത്രി സൗകര്യം ഉള്ളതൊക്കെ പത്തനാപുരത്താണ്. ഞങ്ങൾ നല്ലൊരു ഷവായ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പത്തനാപുരം ബേക്ക് ബേയിൽ പോയത്. അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഷവായൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ദൂര സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് പത്തനാപുരത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ഹോം ടൗണിലെത്തിയെന്നൊരു ചിന്ത വരും. KSRTC ഡിപ്പോയും ഇവിടെ തന്നെയാണ്. പത്തനാപുരത്തെ ഫേമസ് തിയേറ്ററായിരുന്നു സീമ തിയേറ്റർ. അവിടെ ലാലേട്ടൻ്റെ ആശീർവാദം വന്നു. എൻ്റെ കുഞ്ഞുനാളത്തെ ഓർമ്മയിൽ പത്തനാപുരത്തെ ചന്തയിൽ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും മീൻ വാങ്ങിക്കുന്നതുമൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. തിരിച്ചു പോരുന്ന വഴി ഞങ്ങളുടെ സ്ഥിരം ചെടിക്കടയിൽ നിന്ന് കുറച്ച് ചെടിയും ചെടിച്ചട്ടികളും ഒക്കെ വാങ്ങിയാണ് പോകുന്നത്.